നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പ് എങ്ങനെ നല്ലതുപോലെ തഴച്ച് വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കറിവേപ്പാണ്. ഇതിപ്പോൾ നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കൊന്നും യാതൊരു കേടുപാടുകളില്ല. അപ്പോൾ ഞാൻ ഇതിനുപയോഗിച്ച വളം എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ഒത്തിരി പേര് നമ്മോട് ചോദിച്ചിരുന്നു വീട്ടിലുള്ള കറിവേപ്പ് എങ്ങനെ തഴച്ച് വളർത്താം, കറിവേപ്പ് നടുന്നായിട്ടുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കിടക്കാം. ഓക്കെ, നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കടലപ്പിണ്ണാക്കാണ്. നമ്മൾ 1 കിലോ വാങ്ങുക. ഇത് ഒരു മാസത്തേക്കിനാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 250 ഗ്രാം നമ്മളിപ്പം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. അത് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു 3 ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിന് ഏറ്റവും നല്ലൊരു വളമാണ് ഈ പറഞ്ഞത്. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. തയ്യാറാക്കിയ ഈ വളം ജൈവവളമാണ്. അപ്പോൾ നമ്മളിത് നാച്ചുറൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ചുവട്ടിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ സൈഡിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ചുവട്ടിലിട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മളിതുപോലെ മണ്ണൊന്ന് മാറ്റണം. ഇതുപോലെ മണ്ണ് കുറച്ചൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഈ കറിവേപ്പ് തഴച്ച് വളരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വളമാണിത്. കാരണം എല്ലുപൊടിയൊക്കെ ഇടാം. എല്ലുപൊടി ഇടുമ്പോഴും ഇതുപോലെ തന്നെ സൈഡിൽ മാത്രമേ ഇടാവൂ. പക്ഷെ അതിലും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ മണ്ണ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതുപോലെ അടുപ്പിച്ചങ്ങിടുക. ഇനി നമ്മൾ വീണ്ടും ചെയ്യുന്നത് അടുത്ത ആഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാസത്തിൽ 4 ആഴ്ച നമ്മളിതുപോലെ ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കരിയാണ്. കരി ഉണ്ടെന്നുണ്ടെങ്കിൽ കരി ഇടുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാരം. ഞാനിപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇടാറുണ്ട്. അതിനുശേഷം ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പ് നല്ലപോലെ തഴച്ച് വരും. ഇതുപോലെ ഇങ്ങനെ സൈഡിലിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുപ്പിച്ചങ്ങ് ചേർക്കുക. ഇനി ചെറിയ തൈകൾ നമ്മൾ വാങ്ങി വയ്ക്കുന്ന തൈകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ചെറിയ കുഴി കുത്തുക. കുഴി കുത്തിയതിന് ശേഷം നമ്മളതിൽ കുറച്ച് കടല പിണ്ണാക്ക് നമ്മൾ ആദ്യം ഇടുക. ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ്, ഇതുപോലുള്ള മണ്ണ് കുറച്ചിടുക. കുറച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മാത്രം കറിവേപ്പ് വെക്കുക. അങ്ങനെയാണ് നമ്മൾ പുതിയ തൈകൾ നടുന്നായിട്ടുള്ള സമയത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നല്ലൊരു വളമാണിത്. ഇനി അടുത്ത ആഴ്ച നമുക്കിതുപോലെ വീണ്ടും ചെയ്യാനായിട്ടുള്ളതാണ്.